Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. ഈ വീഡിയോ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കുള്ളതാണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയേണ്ട അവർക്കുള്ള വീഡിയോ ആണിത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴത്തെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുറേ കാര്യം ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. സോ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ പേടിക്കണ്ട. ലെറ്റ്സ് ബിഗിൻ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമുക്ക് എങ്ങനെ പറയാം? ഐ ലൈക്ക് ഐസ്ക്രീം. ഐ എന്ന് പറഞ്ഞാൽ എനിക്ക്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ സേ ഐ ലൈക്ക് ഐസ്ക്രീം. നമുക്ക് എന്താണോ ഇഷ്ടം ആ സാധനം ഐ ലൈക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സോ നിങ്ങൾക്ക് ഏതൊരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഈ രീതിയിൽ പറയാം. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനം ഇഷ്ടമാണ് വീട്ടിൽ ഇതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഐ ലൈക്ക് ഡാഷ്. നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് ചായ ഇഷ്ടം ആണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ? യെസ്, ഐ ലൈക്ക് ടീ. ഐ ലൈക്ക് ടീ. എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് വളരെ ഇഷ്ടമാണ്. വളരെ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തിട്ട് ഇഷ്ടമാണ് എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. എനിക്ക് ഐസ്ക്രീം വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച്. വെരി മച്ച് എന്നുള്ള വേർഡാണ് വളരെ. ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച്. സോ നമ്മൾ ഐ ലൈക്ക് വെച്ചിട്ട് പറയാൻ പഠിച്ചു. ഐ ലൈക്ക് ഡാഷ് വെരി മച്ച്. ഇതും പറയാൻ പഠിച്ചു. ലെറ്റ്സ് ചെക്ക് ഔട്ട് മോർ എക്സാമ്പിൾസ്. എനിക്ക് പൂക്കൾ വളരെ ഇഷ്ടമാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ലൈക്ക് ഫ്ലവേഴ്സ് വെരി മച്ച്. ഐ ലൈക്ക് ഫ്ലവേഴ്സ് വെരി മച്ച്. അതുപോലെ തന്നെ നമുക്ക് പറയാം എനിക്ക് ചോക്ലേറ്റുകൾ വളരെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ചോക്ലേറ്റ്സ് വെരി മച്ച്. ഇൻ ദ സെയിം വേ വി ക്യാൻ സേ എനിക്ക് നീല കളർ വളരെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ബ്ലൂ കളർ വെരി മച്ച്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഷോപ്പിങ്ങിന് പോന്നു, ഒരു ഡ്രസ്സ് കാണുന്നു, അവിടെ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് ഇത് സെലക്ട് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ എനിക്ക് ഈ കളർ വളരെ ഇഷ്ടമാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഐ ലൈക്ക് ബ്ലൂ കളർ വെരി മച്ച്. ഇനി നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് പറയുക? സപ്പോസ് നമുക്ക് പറയണം മഞ്ഞ നിറം എനിക്ക് ഇഷ്ടമല്ല. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഡോണ്ട് ലൈക്ക് യെല്ലോ കളർ. ഐ ഡോണ്ട് ലൈക്ക് യെല്ലോ കളർ. ലെറ്റ്സ് ചെക്ക് ഔട്ട് അനദർ എക്സാമ്പിൾ. സപ്പോസ് വി ആർ ടു സേ എനിക്ക് ദോശ ഇഷ്ടമല്ല. അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വി ക്യാൻ സേ ഐ ഡോണ്ട് ലൈക്ക് ദോശ. ഐ ഡോണ്ട് ലൈക്ക് ദോശ. So it's very simple, right? Don't എന്ന് പറഞ്ഞാൽ do notന്റെ contraction ആണ്. ചുരുക്കി പറയുക ചെയ്യുന്നത് നമ്മൾ don't. സോ നമ്മളിവിടെ 3 സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഐ ലൈക്ക് ദോശ. നമുക്ക് ഏതാ സാധനം ഇഷ്ടം അത് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ദോശ വെരി മച്ച്. എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാനും നമ്മൾ പഠിച്ചു. ഐ ഡോണ്ട് ലൈക്ക് ദോശ. സോ 3 കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ പഠിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം, നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം, പ്ലസ് നമുക്ക് വളരെ ഇഷ്ടമുള്ള സാധനം. സോ ഇനി നെക്സ്റ്റ് ടൈം ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല പറയരുത്. ഈ 3 സെൻറ്റൻസസും നിങ്ങൾ പറഞ്ഞു നോക്കണം. ലെറ്റ്സ് കണ്ടിന്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കിയാലോ? ദോശ ഇഷ്ടമാണോ? നിനക്ക് ദോശ ഇഷ്ടമാണോ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ലൈക്ക് ദോശ? ഡു യു ലൈക്ക് ദോശ? സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ ഫോം ചെയ്തു. ലെറ്റ്സ് ചെക്ക് ഔട്ട് വൺ മോർ എക്സാമ്പിൾ. കേക്ക് ഇഷ്ടമാണോ? ദറ്റ് ഈസ് നിനക്ക് കേക്ക് ഇഷ്ടമാണോ? അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മൾ സെൻറ്റൻസ് തുടങ്ങണം. ഡു യു ലൈക്ക് cake? Do you like cake? So നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു. ഏതെങ്കിലും സാധനം ഇഷ്ടമാണോ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യു വെച്ചിട്ട്
തുടങ്ങിക്കഴിഞ്ഞാൽ മതി ക്വസ്റ്റ്യൻ. ഇനി ഡു ആണോ ഡസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെറിയൊരു ടിപ്പ് തരാം. We know that do and does are question words. നമുക്ക് doom doesഉം ഒഴിവാക്കിയിട്ട് questions ചോദിച്ചു നോക്കിയാലോ? Yes, this is structurally very correct. Spoken Englishൽ ഇത് വളരെ കറക്റ്റ് ആണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. You like cake? ഇവിടെ ഞാൻ do യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചു You like cake? ബട്ട് ഇവിടെ ചെറിയ ഡിഫറൻസ് വന്നു ഞാൻ ചോദിക്കേണ്ട ടോണിൽ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ സെൻറ്റൻസിൻ്റെ എൻഡിൽ ദാറ്റ് ഈസ് കേക്ക് എന്ന് പറയുമ്പം എൻ്റെ ടോൺ ഒന്ന് ഞാൻ കയറ്റി പറഞ്ഞു. യു ലൈക്ക് കേക്ക്, അന്നേരേ അത് ക്വസ്റ്റ്യനായി മാറുന്നില്ലു. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ മാർക്ക്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. ബട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ടോൺ ഒന്ന് കയറ്റി പറയണം. യു ലൈക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആവില്ല. നിനക്ക് കേക്ക് ഇഷ്ടമാണ്, അത്രേ ആവില്ലൂ. പക്ഷേ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു റൈസ് ആ ടോൺ. റൈസിങ് ഇൻറ്റൊനേഷൻ ആണ് അവിടെ വേണ്ടത്. യു ലൈക്ക് കേക്ക് ഇങ്ങനെ വോയിസ് റേസ് ചെയ്തിട്ട് ടോൺ റേസ് ചെയ്തിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ആസ് ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് ഓർ ഇൻറ്റൊനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ പറയാറുള്ളത്. സോ നമുക്ക് കുറച്ചും കൂടെ ഇൻറ്റൊനേഷൻ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് ദീസ് sort of questions are constantly used in our daily life. You want this? നിനക്കിത് വേണോ? You want this? So tone നമ്മൾ റേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം You have this? നിന്റെ അടുത്ത് ഇതുണ്ടോ? Likewise, we can also ask You know this? നിനക്കിത് അറിയാമോ? You know this? നിന്റെ അടുത്ത് പെന്നുണ്ടോ? You have pen? വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോദിച്ചു You have pen? Do you have a pen please? എന്നൊക്കെ ചോദിക്കേണ്ട പകരം നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇതുപോലത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് ചോദിച്ചു പഠിക്കണം. You are going to the party? നീ പാർട്ടിയിലേക്ക് പോകുകയാണോ? Are you going to the party? എന്ന് ചോദിക്കേണ്ട പകരം നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം You are going to the party? സോ നമ്മൾ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യാതെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ചോദിക്കാം. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട മുന്നേ ചെറിയൊരു റീക്യാപ്പ് തരാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമുക്കിഷ്ടപ്പെട്ട സാധനം എന്താണോ നമ്മളത് പറയാൻ പഠിച്ചു. വളരെ ഇഷ്ടമാണെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടത് അതും പഠിച്ചു. ഇഷ്ടമല്ല എന്ന് പറയാനും പഠിച്ചു. കൂടാതെ ഡു വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. അതുകൂടാതെ ഡു ഇല്ലാതെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഡൂം ഡസും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ കൺഫ്യൂഷനും മാറി കിട്ടും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.